നമ്മളിപ്പോൾ റെപ്രസെൻറ്റേഷനെ കുറിച്ച് പറയും. ഈ റെപ്രസെൻറ്റേഷനെ കുറിച്ച് പറയുന്നവർ പോലും റെപ്രസെൻറ്റേഷൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഞാൻ കുറച്ച് റാഡിക്കലായിട്ടൊരു ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ കേരളത്തിൻ്റെ റാഷണലിസ്റ്റ് സർക്കിൾസിൻ്റെ ലീഡർഷിപ്പ് പൊസിഷൻ എടുത്ത് പോയിക്കഴിഞ്ഞാൽ കൂടുതലും സവർണരാണ്. എന്തുകൊണ്ട് അങ്ങനെ വന്നു? അതിപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് നമ്മുടെ റെൻറ്റിയർ ക്ലാസ് എന്ന് പറയും. ഇപ്പം കേരളത്തിൽ റാഷണലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ അകത്തുള്ള ഇപ്പോൾ സംവരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദളിത് വിഷയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയെക്കുറിച്ചൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് കുറേ ആൾക്കാരെ കൊണ്ടുവരും. യുക്തിവാദിക്ക് അകത്ത് സർക്കിളിൽ തന്നെ ഉള്ള ദളിത് ബഹുജൻ ആൾക്കാരുണ്ട്, ഈവൻ ആദിവാസികളുണ്ട്. അവരൊക്കെ ഒന്നും നമ്മൾ കൊണ്ടുവരുന്നില്ല. കാരണം അവരെ കൊണ്ടുവരുന്ന സ്വാഭാവികമായിട്ട് ലീഡർഷിപ്പ് പൊസിഷൻസിലേക്ക് മാറ്റേണ്ടി വരും. നമ്മളിപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ആണല്ലോ. റെപ്രസെൻറ്റേഷൻ പറയുമ്പോൾ ജനസംഖ്യാനുപാതം നോക്കുമ്പോൾ 80 അത് ഏകദേശം 20% ഉള്ളൂ സവർണർ. അപ്പോൾ ആ സ്വാഭാവികമായിട്ട് ഒരു പ്രഭാഷണം നടത്തുമ്പോൾ അവർ കുറയുകയും മറ്റൊരു കൂടുകയും വേണം. അതാണ് അതിൻ്റെ ഒരു പ്രൊപ്പോഷണൽ അപ്രോച്ച്. ഇവിടെ അങ്ങനെ വരുന്നില്ല. അതേസമയം ഇപ്പോൾ നമ്മൾ നോക്കി ഒരു ചെറിയൊരു സീരിയസ് നോട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മുസ്ലിം പ്രസ്ഥാനങ്ങൾ എടുത്ത് നോക്കിയാൽ ചില പ്രത്യേക അതിലുള്ളതിനെക്കാട്ടും കുറവാണ് ഈ യുക്തിവാദ സർക്കിളിൽ സ്ത്രീ റെപ്രസെൻറ്റേഷൻ നമുക്ക്. ഈവൻ ദോ അവർക്ക് വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഞാൻ അതിൽ റെപ്രസെൻറ്റേഷൻ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ എന്തോന്ന് നമ്മൾ വിശ്വാസികൾ മോശമാണെന്നാണല്ലോ നമ്മൾ പറയുന്നത്. പറഞ്ഞാൽ നമ്മൾ യുക്തിവാദ നമ്മൾ പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിലാണിത് കൂടുതൽ വരേണ്ടത്. ഇപ്പോൾ ഒരു ക്യൂർ ഫോബിക്കാരാണ് പരസ്യത്തിൽ കാണാൻ പാടില്ല. അപ്പോൾ പരസ്യത്തിൽ കണ്ടുകൂടാന്ന് ചോദിച്ചാൽ നോർമലി കാണാൻ പാടില്ല. കാരണം പരസ്യത്ത് എന്ന് പറയുന്നത് ഒരു ക്യൂർ ഫോബി ഇല്ലാത്തൊരു സംഘടന, അല്ലെങ്കിൽ യുക്തിവാദി സംഘം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു യുക്തിവാദ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ ക്യൂർ ഫോബിക്കാണെന്ന് കാണാൻ പാടില്ല. ഒരു സ്ത്രീ വൃത്തിയുള്ള കാണാൻ പാടില്ല. അതിലുണ്ട് ഒട്ടുന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻ നമ്മുടെ വരുന്നില്ല. എന്തുകൊണ്ട്? എല്ലാം നമ്മുടെ യുക്തിവാദ സർക്കിളിൻ്റെ അല്ലെങ്കിൽ റാഷണൽ മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ എത്തിസ്റ്റ് മൂവ്മെൻറ്റ് ലീഡർഷിപ്പ് നോക്കിയാൽ കംപ്ലീറ്റ് സവർണറിറ്റി. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് മാറ്റണ്ടേ? അപ്പം നമ്മൾ ഈ റെപ്രസെൻറ്റേഷൻ പറയാൻ വേണം, നമ്മൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു ഇരട്ടത്താപ്പ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ അതും പൊളിച്ചെഴുതണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്.